ഹലോ ഫ്രണ്ട്സ്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ദീപ്തി. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസാണ്. അപ്പം +2 NAOSൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം. അപ്പം ഈ പൊളിറ്റിക്കൽ സയൻസ് എന്താണ്? ചില കൂട്ടുകാർ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടാകാം, ചിലർ ഇതിനെക്കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ടാകാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു വിഷയമാണ് എന്താ? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ ശാസ്ത്രം. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, സയൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. അപ്പം അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ള അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് എന്താണ് ഈ പൊളിറ്റിക്കൽ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണല്ലോ. അപ്പം ആ സമൂഹത്തിലാകുമ്പോൾ എന്താണ്, പലതരത്തിലുള്ള നിയമങ്ങളുണ്ടാകും, പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ ഈ ഒരു വിഷയത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആദ്യത്തെ ചാപ്റ്ററാണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുക്സൊക്കെ വായിച്ചിട്ടോ എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസ്കി ടാസ്ക് അല്ലെങ്കിൽ എന്താണ്, ഒരു കാഠിന്യമുള്ളൊരു വിഷയമായി കണക്കാക്കേണ്ടതില്ല. നമ്മളുടെ പൊതുജീവിതത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സമൂഹത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സമൂഹമായി ഇടപഴകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പഠിക്കാനുള്ളത്. ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് 5 മൊഡ്യൂളുകളാണുള്ളത്. ഈ 5 മൊഡ്യൂളുകളിലായിട്ട് 28 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 2 ഓപ്ഷണൽ മൊഡ്യൂളുകളുമുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം. നിങ്ങളുടെ ആദ്യത്തെ മൊഡ്യൂളാണ് അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ആ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എന്താ? മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, പഠിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നും അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നതിനെ കൊണ്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കുണ്ടാകുന്ന കാര്യങ്ങൾ തുടങ്ങിയവയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിക്കൂ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അല്ലേ. മീനിങ് എന്താണ്? പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥവും വ്യാപ്തിയെയും കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിലരെന്താണ് കുറച്ച് പേർ പുസ്തകങ്ങളിലൂടെയോ അല്ലാത്തവരെന്താണ് പലരും ചില ബുക്സുകളിലൂടെയോ അല്ലെങ്കിൽ ചിലർ ഇതിന് മുന്നേ ഗൂഗിൾസിലൊക്കെ നോക്കിയിട്ടോ ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ 10 വരെയുള്ള കാലയളവ് നമ്മൾ ഒരു 5ാം ക്ലാസ് തൊട്ടിട്ട് നമുക്ക് സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ഭാഗങ്ങളായി പൊളിറ്റിക്കൽ സയൻസും നമ്മളുടെ കൂടെ തന്നെ അല്ലേ, നമ്മളുടെ നിയമത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഭരണ സംവിധാനങ്ങളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മളുടെ കോടതികളെ കുറിച്ചിട്ടും അല്ലേ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇതും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അതേ രീതിയിൽ തന്നെയുള്ള കുറച്ച് കാര്യം, അതിൽ കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട് എന്നേ ഉള്ളൂ. നമ്മൾ സമയം പോക്കുന്നില്ല, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരാണെന്താ? മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥവും വ്യാപ്തിയെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു പാഠം പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥപരിവേഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഈ ഒരു ചാപ്റ്ററിലൂടെ ശ്രമിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ
പര്യവേഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പരമ്പരാഗതമായി സ്റ്റേറ്റിൽ തുടങ്ങുകയും അതേപോലെ തന്നെ സ്റ്റേറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിനെ എന്താണ് സംസ്ഥാനത്തിൻ്റെയും സർക്കാരിൻ്റെയും പഠനമാണെന്ന് പറയാം. അതായത് പണ്ടത്തെ കാലത്തെ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നേയുള്ള പൊളിറ്റിക്കൽ സയൻസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ വരുമ്പോൾ അവരെന്താണ് സ്റ്റേറ്റിൽ തുടങ്ങിയും സ്റ്റേറ്റിൽ തന്നെ അവസാനിക്കുകയും ചെയ്യും. അന്നത്തെ കാലത്ത് എന്താണ് ഇങ്ങനെ എന്താ പറയുന്നത് നമ്മളുടെ സമൂഹമെന്നോ അല്ലെങ്കിൽ ജില്ലയെന്നോ പഞ്ചായത്തെന്നോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. എല്ലാത്തിനും ഒരു സ്റ്റേറ്റാണ് നാഷൻസ് എന്നോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഓരോ സമൂഹം ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറിയ രീതിയിലേക്കൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം പണ്ടൊക്കെ എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന കാഴ്ചപ്പാടിലാണ് പല തത്വചിന്തകന്മാരും ഈ പൊളിറ്റിക്കൽ സയൻസിലുള്ള ഓരോ തിയറീസൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് പൊളിറ്റിക്കൽ സയൻസ് പരമ്പരാഗതമായിട്ട് തന്നെ എന്താണ് സ്റ്റേറ്റിൽ തുടങ്ങുകയും സ്റ്റേറ്റിൽ അവസാനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്താണ് സർക്കാരുകളെ കുറിച്ചും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ കുറിച്ചിട്ടുമുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ചിട്ടും രാഷ്ട്രീയ ശക്തികളെക്കുറിച്ചിട്ടുമൊക്കെയുള്ള ഒരു പഠനത്തിന് ഈ ശാസ്ത്രം എന്താണ് ഊന്നൽ നൽകുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള വീക്ഷണങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരത്തെക്കുറിച്ചിട്ടുമൊക്കെ ഈ പഠനം എന്താണ് കൂടുതൽ ഊന്നൽ നൽകുന്നു. പൊളിറ്റിക്കൽ സയൻസും അതിൻ്റെ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപ്തി വിശദീകരിക്കുന്നു. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ വ്യാപ്തി എന്താണ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനവും രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനവും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനവും അതേപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള പഠനവും. അതാണ് നാം പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ് നമ്മളൊരു സമൂഹത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ സമൂഹത്തിലെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ രാഷ്ട്രീയ വ്യവസ്ഥകളെക്കുറിച്ചുമൊക്കെയാണ് എന്താണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൽ എന്തൊക്കെയുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനമുണ്ട്, അതേപോലെ തന്നെ മനുഷ്യനെയും അതിൻ്റെ രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്. അപ്പോൾ എന്തിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മളുടെ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള പഠനമുണ്ട്, നമ്മളുടെ അധികാരത്തെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്, നമ്മളുടെ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള പഠനമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്, അതേപോലെ തന്നെ രാഷ്ട്രീയത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമുണ്ട്. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലേ, സമൂഹത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ. അതായത് എന്തിനെ കുറിച്ചിട്ടുള്ള വസ്തുതകൾ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് മനുഷ്യനെയും അവൻ്റെ രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് പറയുന്നത്. അതേപോലെ തന്നെ ഈ പാഠത്തിൽ എന്താണ് നിങ്ങൾക്ക് നീതിയും പൗരന്മാർക്ക് അതിൻ്റെ പ്രസക്തിയും പോലെയുള്ള ചില പ്രധാന ആശയങ്ങൾ പഠിപ്പിക്കും. അല്ലേ നമ്മുടെ ജീവിതത്തിലെ നീതി, അതേപോലെ തന്നെ നമ്മളുടെ പൗരന്മാരുടെ ചില അവകാശങ്ങൾ. നീതി എന്ന് പറയുന്ന വാക്കൊക്കെ എന്താണ് അത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നീതി എന്ന് പറയുന്ന വാക്കിനൊക്കെ എന്താണ് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്നൊരു വാക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ എന്താണ് നിങ്ങൾക്ക് നീതിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പൗരന്മാർക്ക് അതിൻ്റെ പ്രസക്തി, ആ നീതിയെക്കുറിച്ചിട്ടുള്ള പ്രസക്തി പോലെയുള്ള ചില ആശയങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പാഠം നിങ്ങൾക്ക് പഠിച്ച ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുക്കാൻ പറ്റും. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്,
എന്താണ്, അതേപോലെ തന്നെ നമ്മളുടെ ഭരണകൂടത്തിൻ്റെ പങ്ക് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് കേട്ട് എന്താണ് എല്ലാവർക്കും ബോറടിച്ചോ? ഓക്കെ, അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായും രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച്, ഒരു പൗരൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ എന്തിൽ പെടുന്നുണ്ട്, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പെടുന്നുണ്ട്. അപ്പം ഇതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൽ പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. നമുക്കൊരു ഡെഫിനിഷനൊക്കെ ചോദിച്ചാൽ ഏതുണ്ട്, എവിടെ നിന്നാണ് ഈ പൊളിറ്റിക്സ് എന്ന വാക്കുണ്ടായത്, അതൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്കൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കതിൽ പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങളോട് പരീക്ഷയിൽ ചോദിക്കുകയാണ് എന്താണ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പൊളിറ്റിക്കൽ സയൻസ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചുള്ളൊരു ഏകദേശ ധാരണ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. നമ്മൾ തുടക്കം മുതലേ പറഞ്ഞു അല്ലേ, നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഗവൺമെൻറ്, അതൊക്കെയാണ് അതിൽ പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മളൊരു ഡെഫിനിഷൻ പോലെ പറയുമ്പോൾ എന്താ നമ്മൾ പറയാം, രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിളിക്കുന്നത്. രാഷ്ട്രീയ പ്രക്രിയ, ആ രാഷ്ട്രീയ പ്രക്രിയയിൽ തന്നെ എന്തൊക്കെ വരും, ഗവൺമെൻറ് വരും, ജനങ്ങൾ വരും, സംസ്ഥാനം വരും, നീതി, ന്യായം, കോടതികൾ, അങ്ങനെ ഒരു രാഷ്ട്രീയമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞ എല്ലാ തലത്തിലും എന്ത് പറയും, ആ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുന്ന വേർഡിൽ തന്നെ അതെല്ലാം സംഗമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എളുപ്പമായിട്ട് എഴുതാം എന്താണ്, രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതുവഴി ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുവാനും ഏറ്റവും സഹായകരമായിട്ടുള്ള പാഠ്യവിഷയം എന്ന നിലയിലാണ് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ വിജ്ഞാന ശാഖയെ മാസ്റ്റർ സയൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അതായത് ഒരു വ്യക്തി അല്ലെ, ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും, അതായത് അവർ ജീവിക്കുന്ന എല്ലാ തലങ്ങളിലും എന്താണ് പുരോഗതി വരുവാനും, അതേപോലെ തന്നെ ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നായി അല്ലെ, ഒരു കുടുംബത്തിലെ വ്യക്തികൾ നന്നായാൽ എന്താണ്, ആ കുടുംബം നന്നായി, അങ്ങനെ കുറേ കുടുംബങ്ങൾ നന്നായാൽ എന്താണ്, സമൂഹം നന്നായി, അങ്ങനെ സമൂഹം നന്നായാൽ നമ്മുടെ രാജ്യം നന്നായി. അതേപോലെ തന്നെ ഒരു വ്യക്തി ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതുവഴി ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുവാനും ഏറ്റവും സഹായമായിട്ടുള്ള ഒരു പാഠ്യവിഷയമാണ് എന്താ, നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാം നമ്മുടെ സമൂഹമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിത രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഷയമായിട്ടാണ് എന്തിനെ കാണുന്നത്, പൊളിറ്റിക്കൽ സയൻസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും നല്ല നിലയിലെത്താനും അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുന്ന ഒരു പാഠ്യവിഷയം എന്ന നിലയിൽ തന്നെയാണ് ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ എന്താണ് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി നമ്മൾ കാണുന്നത് ആരെയാണ്, അരിസ്റ്റോട്ടിലിനെ ആണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് എല്ലാ തലങ്ങളിലും ഉയർച്ചയുണ്ടാകാൻ സഹായിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായിട്ടുള്ള ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ, ഈ പേര് നിങ്ങൾ മറക്കരുതേ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് എന്ത്, ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിലിനെ കുറിച്ചിട്ട്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ആരാണ്, നമ്മളുടെ
പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിനെ വിശേഷിപ്പിച്ചത് എന്താണ്? മാസ്റ്റർ സയൻസ് എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് നമ്മളുടെ അരിസ്റ്റോട്ടിലാണ്. രാഷ്ട്രത്തെയും സർക്കാരിനെയും സംബന്ധിച്ച് എഴുതിയ വിശ്വവിഖ്യാതമായിട്ടുള്ള ഗ്രന്ഥത്തിന് പൊളിറ്റിക്സ് എന്ന പേരാണ് അദ്ദേഹം നൽകിയത്. അതായത് അദ്ദേഹം നമ്മളുടെ ഒരു രാഷ്ട്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു സർക്കാരിനെയും സംബന്ധിച്ച് എഴുതിയിട്ടുള്ള വിശ്വവിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് അദ്ദേഹം നൽകിയ പേരെന്തായിരുന്നു? പൊളിറ്റിക്സ് എന്നാണ്. നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന പോളീസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് 5-6 പോയിന്റ്സ് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കേണ്ട ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മൾ പൊളിറ്റിക്സ് എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? നഗരരാഷ്ട്രം, സിറ്റി സ്റ്റേറ്റ് എന്ന അർത്ഥം വരുന്ന പോളീസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എന്താണ് നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത്. അപ്പം നമ്മൾ ഇതിൽ ഏതൊക്കെ പഠിച്ചോ? നമ്മൾ എന്താണ് പൊളിറ്റിക്സ് എന്ന് പഠിച്ചു അല്ലേ? രാഷ്ട്രീയ പ്രക്രിയകളെ കുറിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉന്നമനത്തിനായി ഏറ്റവും നല്ലൊരു പാഠ്യവിഷയം എന്ന രീതിയിൽ നമ്മളുടെ ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ ഈ വിഷയത്തെ കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിനെ അദ്ദേഹം മാസ്റ്റർ സയൻസ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും ആരാണ്? നമ്മളുടെ അരിസ്റ്റോട്ടിലാണ്. മറക്കരുതേ, നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന, സിറ്റി സ്റ്റേറ്റ് എന്ന അർത്ഥം വരുന്ന പോളീസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് എഴുതാം. പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ആരാന്ന് എഴുതാം. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന് ആ വാക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാൽ ഷുവറായും നിങ്ങൾക്ക് എന്താണ് ആ 2 സ്കോർ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. അപ്പം ഇത്രയുമാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തത്, നമ്മൾ ഇത്രയും നേരം പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്നാണ് പറഞ്ഞത്. പൊളിറ്റിക്സ് എന്നാൽ എന്താണ്? രാഷ്ട്രീയം എന്നാൽ എന്താണ് അല്ലേ? രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് ഈ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് എന്താണ് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വാക്കാണ്. അപ്പം നമ്മൾ വസിക്കുന്ന സമൂഹത്തിലെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ വസിക്കുന്ന സമൂഹത്തിലെ, നമ്മൾ മനുഷ്യൻ വസിക്കുന്ന ഈ ഒരു സമൂഹത്തിലെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയം. അപ്പം ഒരു ജനസമൂഹം അതിൻ്റെ സുഗമമായ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചട്ടങ്ങൾ രൂപീകരിക്കുകയും ഭേദഗതി ചെയ്യുകയും അതുവഴി സമൂഹത്തിന് വ്യവസ്ഥിതി നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വസിക്കുന്ന ഒരു സമൂഹത്തിലെ സുപ്രധാനമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമൂഹത്തിൽ ചില നിയമങ്ങൾ ഉണ്ടാകാം, ചില ചട്ടങ്ങൾ ഉണ്ടാകും, നമ്മൾ ജീവിച്ചു പോരുന്ന അല്ലെങ്കിൽ സമൂഹമായിട്ട് ജീവിച്ചു പോരേണ്ട ചില നിയമങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒരു ജനസമൂഹം അതിൻ്റെ സുഗമമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും അതുവഴി ചട്ടങ്ങൾ രൂപീകരിക്കുകയും അത് ഭേദഗതി ചെയ്യുകയും അതുവഴി സാമൂഹ്യ വ്യവസ്ഥിതി നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്.
തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇത്രയും ജനങ്ങൾ വസിക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ ആ സുഗമമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ട് എന്താണ് ചില ഭരണപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ എന്താണ് കൊണ്ടുവരും. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ഉപയോഗിച്ചിൽ ഇതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്താണ് കൊണ്ടുവരും. ചിലപ്പോൾ ആ ചട്ടങ്ങൾ കൊണ്ടുവരികയും അല്ലെങ്കിൽ അതെന്താണ് ആ ചട്ടങ്ങളിലുള്ള ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥിതി നിലനിർത്തുകയും അതേപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സമൂഹ ജീവിയാണ് അല്ലേ. അപ്പം ഈ സമൂഹത്തിൽ നമ്മളൊരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് എന്താണ് പലതരത്തിലുള്ള നിയമങ്ങളും നമ്മളിപ്പോൾ വസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്താണ്. ആ ഇന്ത്യയിൽ എന്താണ് നമ്മൾ നിരവധി തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നുണ്ട്. റോഡിലേക്ക് ഇറങ്ങിയാൽ നമ്മളുടെ വണ്ടികളിൽ ശ്രദ്ധിക്കേണ്ട ഗതാഗതപരമായിട്ടുള്ള നിയമങ്ങളുണ്ട് അല്ലേ. ഹെൽമെറ്റ് ഇടണം, അതേപോലെ തന്നെ നമുക്ക് ഓരോ റോഡിലൂടെ പോകേണ്ട വേഗത എന്ത് തുടങ്ങിയ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചില അറിവില്ലാണ്ട് നമുക്കൊരു വ്യക്തിക്ക് എന്താണ് ആ ഒരു വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ലേ. ആ നിയമങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ള വ്യക്തിക്ക് മാത്രമേ വണ്ടി എടുത്ത് എന്താണ് ഇറങ്ങാൻ പറ്റൂ. അതാണ് നമുക്ക് ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് എന്താണ് ലൈസൻസ് കിട്ടുകയുള്ളൂ, വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടുകയുള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സമൂഹ ജീവിയായിരുന്നു അല്ല. നിരവധി തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പരമായിട്ട് നമ്മുടെ മനുഷ്യനിലുള്ള സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അതുപോലെ അവൻ്റെ രൂപത്തിലുമൊക്കെ പലതരത്തിലുള്ള ചേഞ്ചസും വന്നു. മനുഷ്യൻ എന്താണ് കൂട്ടമായി ജീവിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആധുനിക യുഗം, മധ്യയുഗം, ശീലക കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ആ സമയത്തൊക്കെ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് കാട്ടിൽ വേട്ടയാടി മൃഗങ്ങളെയൊക്കെ ഭക്ഷിച്ച് അല്ലേ അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. പിന്നെ തീയുടെ കണ്ടുപിടുത്തം, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം, ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തം തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾ വന്നതോടുകൂടി മനുഷ്യൻ കൃഷി ചെയ്യാനും പിന്നെ കന്നുകാലികളുമായിട്ട് പിന്നെ ഒരു കുടുംബമായിട്ട് പിന്നെ അതൊരു സമൂഹം മാറുകയും പിന്നെ അതെന്താണ് ഈ കാണുന്ന രീതിയിലേക്ക് വരെ എത്തുന്ന തലത്തിലേക്ക് അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആ ഒരു സമൂഹത്തിൻ്റെ സുഖകരമായിട്ടുള്ള നിലനിൽപ്പിന് എന്താണ് സാമൂഹ്യ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. ഇത്തരം സാമൂഹ്യ ക്രമീകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് അവിടെ ചട്ടങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ വരുന്നു. ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പാലിക്കപ്പെടേണ്ടതാണ്. ആ സമൂഹത്തിലെ മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളാണ്. ചിലപ്പോൾ ആ നിയമങ്ങൾക്ക് എന്ത് ചെയ്യാം ഭേദഗതികൾ അല്ലെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി നിലനിർത്തുന്നതിനാണ് അല്ലെങ്കിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്താണ് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഒരു സമൂഹത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതം ഏറ്റവും നല്ല ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നല്ല വിഷയം അല്ലെങ്കിൽ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനും ഏറ്റവും സഹായകരമായിട്ടുള്ള പാഠ്യ വിഷയമായിട്ടാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്തിനെ കണ്ടിട്ടുള്ളത് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്താണ് പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം എന്താണ് പൊളിറ്റിക്സ്, എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇത്രയും നേരം നമ്മളുടെ പൊളിറ്റിക്സ് എന്താണ്, പൊളിറ്റിക്കൽ സയൻസ് എന്നാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ. നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഒരു സമൂഹമാകുമ്പോൾ അതിൽ പാലിക്കേണ്ട നിയമങ്ങളെയും അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എന്ന നിലയിൽ നമ്മളൊരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ചില അവകാശങ്ങളുണ്ട് അല്ലേ, നമുക്ക് ചില റൈറ്റ്സുകളുണ്ട്. രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയാകുന്നതും നിയമത്തിന് മുന്നിൽ സമത്വം ലഭിക്കുന്നതുമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ. ഇതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിയമങ്ങൾ ഉള്ളതുപോലെ തന്നെ എന്താണ് ചില അവകാശങ്ങളും ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടാനുണ്ട്.
അപ്പം രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതും അതേപോലെ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ സമത്വം ലഭിക്കുന്നതുമാണ് എന്താ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുവാനും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളാകാനും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും അതേപോലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുമുള്ള അവകാശങ്ങളും എന്താണ് ഇതിൽ പെടുന്നുണ്ട്. നമുക്ക് ഒരു വ്യക്തിക്ക് എന്താണ് ആ രാഷ്ട്രീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ ആ പ്രക്രിയയിൽ എന്താണ് അംഗങ്ങളാകാനും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും എന്താണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശങ്ങളും ഈ പൊളിറ്റിക്കൽ റൈറ്റ്സിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നല്ലേ? അപ്പം പൊളിറ്റിക്കൽ സയൻസിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തെന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ എന്താണ് ഒരു ഡെഫിനിഷൻ പോലെയൊക്കെ എഴുതാൻ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ അതിൽ അരിസ്റ്റോട്ടിലിനെ പറഞ്ഞു, അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ സയൻസ് എന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വാക്കായിട്ടുള്ള എന്താണ് സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലീസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ വാക്ക് വന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട്, പിന്നെ പൊളിറ്റിക്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുപോലെ പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, നമ്മൾ പഠിച്ചു എന്ന വിശ്വസ്തയോടുകൂടി ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.